നമസ്കാരം. ഒരു ദിവസം ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞാൽ എന്ത് സംഭവിക്കും? ലോകമെമ്പാടും എണ്ണവില കുതിച്ചുയരും. ഗൾഫ് രാജ്യങ്ങളിലെ വ്യാപാരം താളം തെറ്റും. ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കടുത്ത സമ്മർദ്ദത്തിലാകും. ഈ ഒരു ഭീഷണി നീണ്ട നാളായി ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവാണ് സംഭവിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നിടാൻ ഇറാനും ഒമാനും തമ്മിൽ ചരിത്രപരമായ ധാരണയിൽ എത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം വീണ്ടും ഒരു നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ലോക വ്യാപാരത്തിന്റെയും ആഗോള എണ്ണ വിപണിയുടെയും ശ്വാസകോശമെന്ന് വിശേഷിക്കാവുന്ന ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണ സജ്ജമായി തുറന്നുകൊടുക്കുന്നതിന് ഇറാന്റെയും ഒമാന്റെയും ഭാഗത്തു നിന്ന് ചരിത്രപരമായ ഒരു ധാരണയുണ്ടായിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മുറുകിയതോടെ ഏതു സമയത്തും ഒരു യുദ്ധക്കളമായി മാറിയേക്കാവുന്ന ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയാണിത്. അവിടെയാണ് നയതന്ത്രത്തിന്റെ പുതിയൊരു വാതിൽ ഒമാൻ തുറന്നിടുന്നത്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തികച്ചും ഇടുങ്ങിയ ഒരു സമുദ്രപാതയാണിത്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് കേവലം 21 മൈൽ, അതായത് ഏകദേശം 31 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വീതി. എന്നാൽ ഈ ചെറിയ കടലിടുക്കിലൂടെയാണ് ലോകത്ത് തന്നെ ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5, ശരിക്കും പറഞ്ഞാൽ 20% അധികവും പ്രതിദിനം കടന്നുപോകുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ തുടങ്ങിയ മുൻനിര എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ പ്രധാന കപ്പൽ പാതയാണ് ഇത്. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണയെത്തുന്നത് ഇതുവഴിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹോർമൂസ് അടച്ചാൽ ലോകമെമ്പാടും പെട്രോളിനും ഡീസലിനും വില കുതിച്ചുയരും. ആഗോള വിപണി സ്തംഭിക്കും. അതിൽ സംശയമേയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തിന് മറുപടിയായി കപ്പലുകൾ പിടിച്ചെടുക്കുന്നതും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതുമായ നിലപാടുകൾ ഇറാൻ സ്വീകരിച്ചിരുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇവിടെയാണ് ഒമാന്റെ മിടുക്കറ്റ നയതന്ത്രം പ്രവർത്തിച്ചത്. ഗൾഫ് മേഖലയിലെ ശാന്തിയുടെ ദൂതൻ എന്നാണ് ഒമാൻ അറിയപ്പെടുന്നത്. ഏതു വലിയ ശത്രുക്കൾക്കിടയിലും മധ്യസ്ഥത വഹിക്കാൻ ഒമാന് പ്രത്യേക ശേഷിയുണ്ട്. അമേരിക്കയുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒമാന് നല്ല ബന്ധമുണ്ട്. അതേസമയം ഇറാനുമായും അവർ വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നു. ഈ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ് ഒമാൻ സുൽത്താനേറ്റ് ഇറാന്റെ ഭരണാധികാരികളുമായി ചർച്ച നടത്തിയത്. വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഉപരോധ ഭീഷണികൾക്കിടയിലും സമുദ്രപാത തടസ്സമില്ലാതെ തുറന്നുകൊടുക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യക്തമായ ധാരണയിലെത്തിയിരിക്കുന്നു. കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽചാൽ സുരക്ഷിതമായിരിക്കുമെന്നും ഇറാൻ ഉറപ്പു നൽകുന്നുണ്ട്. ഈ ധാരണ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാർ മാത്രമല്ല, ഇതിന് ആഗോളതലത്തിൽ വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഹോർമൂസ് അടയ്ക്കുമെന്ന ഭീതി ഇല്ലാതാകുന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്ന് ഉണ്ടാകുമായിരുന്ന ചാഞ്ചാട്ടം കുറയും. ഇത് ലോകരാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് ബുദ്ധിമുട്ടിയ ചരക്ക് കപ്പലുകൾക്ക് ഇനി കൂടുതൽ ധൈര്യത്തോടെ ഈ വഴി ഉപയോഗിക്കാം. തങ്ങൾ അന്താരാഷ്ട്ര സഹകരണത്തിന് തയ്യാറാണെന്ന സന്ദേശം നൽകാൻ ഇറാനും ഇതിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഇതും നല്ലതിന് തന്നെ. നമ്മളെ സംബന്ധിച്ച്, അതായത് ഇന്ത്യയെയും ഗൾഫിലെ വലിയ പ്രവാസി സമൂഹത്തെയും സംബന്ധിച്ച് ഈ വാർത്ത വളരെ നിർണായകമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 80% LNG പാചകവാതകത്തിന്റെ സിംഹഭാഗവും വരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇവിടെ സമാധാനം നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഇന്ധനവില വർദ്ധിക്കാതിരിക്കാൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക സംഘർഷം ഉണ്ടായാൽ അത് നേരിട്ട് ബാധിക്കുന്നത് ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളെയാണ്. അതിനാൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാനും സുരക്ഷിതമാക്കാനുമുള്ള ഒമാൻ ഇറാൻ ധാരണ പ്രവാസി ലോകത്തിനും വലിയ ആശ്വാസമാണ് പകരുന്നത്. യുദ്ധഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും ഇടയിൽ ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഒമാൻ ഇവിടെ കാട്ടിത്തരുന്നത്. വരും ദിവസങ്ങളിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി നിലനിർത്താനുള്ള ഈ നീക്കത്തെ ഒരു ഒറ്റ സംഭവമായി മാത്രം കാണാനാകില്ല. പശ്ചിമേഷ്യയിൽ നയതന്ത്രത്തിന് ഇപ്പോഴും ഇടമുണ്ടെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. വർഷങ്ങളായി സംഘർഷങ്ങളും ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നിറഞ്ഞു നിന്ന മേഖലയിലാണ് ഒമാൻ മധ്യസ്ഥനായി രംഗത്തെത്തി വ്യാപാര കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ധാരണയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ധാരണ മാത്രം ഗൾഫ് മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് പറയാനുമാകില്ല.
അമേരിക്ക ഇറാൻ ബന്ധം, ഇസ്രയേൽ ഇറാൻ സംഘർഷം, യമനിലെ ഹൂതി പ്രശ്നം, പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനാൽ ഒരു പുതിയ സംഘർഷമോ രാഷ്ട്രീയ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ വീണ്ടും ചോദ്യചിഹ്നമാകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. അതേസമയം നിലവിലെ ധാരണ അന്താരാഷ്ട്ര വ്യാപാരത്തിനും എണ്ണ വിപണിക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത്. കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. എണ്ണവിലയിലെ അനിശ്ചിതത്വം കുറയാനും ഇൻഷുറൻസ് ചെലവുകൾ നിയന്ത്രണത്തിലാക്കാനും ഇത് സഹായിച്ചേക്കാം. ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കും ഗൾഫ് മേഖലയിലെ പ്രവാസി സമൂഹത്തിനും ഇത് ഏറെ അനുകൂലമായ ഒരു വികസനമാണ്. അതിനാൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി നിലനിർത്താനുള്ള ഈ നീക്കത്തെ ഗൾഫ് മേഖലയിലെ സ്ഥിരതയിലേക്കുള്ള ഒരു സുപ്രധാന നയതന്ത്ര ചുവടുവയ്പായി കാണാം. ഇത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമല്ലെങ്കിലും സംഘർഷത്തിനു പകരം ചർച്ചയിലൂടെയും സഹകരണത്തിലൂടെയും മുന്നോട്ടു പോകാമെന്ന പ്രതീക്ഷ ലോകത്തിന് നൽകുന്ന ഒരു നിർണായക സന്ദേശമായി ഇതിനെ കാണാനും സാധിക്കും.